വേറൊരാളുടെ ഹാപ്പിനെസ്സിൽ നമ്മൾ നമ്മുടെ ഹാപ്പിനെസ് കണ്ടെത്തുക. that is good when you are in love. നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ എമോഷൻസ് ആയിരിക്കും. If I am happy, I can give the other person happiness. സന ഇതെല്ലാം കണ്ടു വളർന്ന ഒരു വ്യക്തിയാണ്. അമ്മ എവിടെയാണോ അവിടെ ഞാനുണ്ട്. അമ്മ എടുക്കുന്ന തീരുമാനം എൻ്റെ എന്തിയുടെ തീരുമാനം. അവളുടെ മുന്നിൽ തന്നെയാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. രാമേശ്വരത്തിൽ പോയിട്ട് കല്യാണം കഴിച്ചത്. പണ്ടൊക്കെ നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ നമ്മളെ കളിയാക്കുന്ന ആൾക്കാരില്ലേ, അതുപോലെയായിരുന്നു നമ്മൾ ഫെമിനിസം എന്ന് പറയുമ്പോൾ ഓ വാട്ട് ഫെമിനിസം. ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ഷോ. കുറേ നാളായിട്ട് ഞാൻ ഫേസ്ബുക്കിലൂടെ പരിചയമുള്ള ഒരു കുടുംബത്തിൻ്റെ മെയിൻ അംഗമാണ്, നടുംതൂണാണ് അല്ലേ, കറക്റ്റ് വേർഡ് ആണോ? ഹസ്ബൻഡിൻ്റെ പേര് ആര്യൻ, കുട്ടികളുടെ പേര് സന, പീലി, കനി. ഇവരാരെയും ഞാൻ നേരിട്ട് ഇതുവരായിട്ടും കണ്ടിട്ടില്ല. എൻ്റെ അതിഥീനെയും ഇന്ന് ഞാൻ ഇതിനു മുമ്പ് നേരിട്ട് കണ്ടിട്ടേ ഇല്ല. എന്നാലും ഒരു പരിചയക്കേടും എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും വർഷങ്ങളുടെ പരിചയം, അവരുടെ വീട്ടിലെ കഥകൾ കണ്ട് വായിച്ച് ഞാൻ പലപ്പോഴും എൻഗേജ് ചെയ്ത വ്യക്തികളാണ്. I am Sowmya Vidyadhar and I am with Dhanya Varma. Sowmya is, സൗമ്യയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലേക്ക് പോയി കഴിഞ്ഞാൽ സൗമ്യ യു ഡിസ്ക്രൈബ് യുവർ സെൽഫ് ആസ് ഫസ്റ്റ് ഫെമിനിസ്റ്റ്, ദെൻ റൈറ്റർ ആൻഡ് ദെൻ ലവർ. ഈ റൈറ്റിങ്ങിനോടുള്ള ഈ ഒരു പ്രൊഫഷനോടുള്ള സ്നേഹം അത് എപ്പോഴാണ് ഡെവലപ്പ് ചെയ്തത്? ഫസ്റ്റ് യു റിമെമ്പർ ദ ഫസ്റ്റ് ടൈം യു സ്പെൻഡ് സംതിങ് ഡൗൺ? Yeah, I was very young actually. I was 10 or 12 years. And her grandmother was a writer. She was a kaviyatri. So I have learned that she used to... Parukutti Amma. Yeah, that's my father's mother, grandmother. So she used to write kavitagal under the kerosene lamp after everybody had gone to bed. So I used to think about her as Madhavikutty. മാധവിക്കുട്ടിയുടെ ലൈൻസിൽ ഞാൻ അങ്ങനെ ആലോചിക്കുമായിരുന്നു പുള്ളിക്കാരി. അപ്പോൾ എനിക്ക് മാധവിക്കുട്ടിയുടെ ഒരു ഭയങ്കരമായ ഒരു ഫാൻഷിപ്പ് ഉണ്ട്. സോ അമ്മൂമ്മ എഴുതുന്നു പറഞ്ഞപ്പോൾ ആൻഡ് ദെൻ മൈ ഫാദർ ഓൾസോ സ്റ്റാർട്ടഡ് റൈറ്റിംഗ്. ഹി സ്റ്റാർട്ടഡ് റൈറ്റിംഗ് വെരി ലേറ്റ് ഇൻ ഹിസ് ലൈഫ്. ബട്ട് ദെൻ ഐ ലവ് ഹിസ് റൊമാൻറ്റിക് പോയട്രി. ഹി ഓൺലി റൈറ്റ്സ് അബൌട്ട് റൊമാൻസ് ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് അബൌട്ട് മീ. The romance is about me, his daughters, me or my sister, and sometimes about my mother. So romance for him, it involves the three women in his life. Wow. Romance and a child? Romance and me, yeah. നിന്റെ കണ്ണുകൾ കാണുന്നതും ആ റൊമാൻസും വാത്സല്യം കൂടെ കലർന്ന ഒരു പോയിട്രിയാണ്. യു ഫോളോ ലവ് വിത്ത് സച്ച് പോയിട്രി. അതിലൂടെയാണ് എനിക്ക് എൻ്റെ പോയിട്രി കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. ഐ മീൻ ദാറ്റ്സ് ഹൗ ഇറ്റ്സ് ദേർ ഇൻ മൈ ജീൻസ്. ഏത് പ്രായത്തിൽ ആദ്യം എഴുതിയ? ഞാനൊരു 12 years, 12 വയസ്സിൽ ഞാൻ ആദ്യമായിട്ട് എഴുതാൻ തുടങ്ങി. ദാറ്റ് വാസ് ഓൾ പെർഹാപ്സ് ദോസ് ടീൻ റൊമാൻറ്റിക് സ്റ്റഫ്. ആൻഡ് ദെൻ പതിയെ ഞാൻ എൻ്റെ ആദ്യത്തെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഡീപ്പായിട്ട് പോയിട്രി എഴുതാൻ തുടങ്ങിയത്. സോ ഐ വാസ് ഓൾവേസ് എ പോയറ്റ്. ആൻഡ് ദെൻ റീസെൻ്റ്ലി ഐ started writing short stories and now you have your book as well. We will talk about the book. We'll talk about the book. But before that, I want to ask you one thing you mentioned. Deep ആയിട്ട് പോയിട്രി എഴുതിയത് വിവാഹ ജീവിതത്തിന്റെ ഇടയ്ക്കായിരുന്നു. അതെ, എന്തുകൊണ്ട് അങ്ങനെ? They always say അല്ലേ, ഒരു പോയറ്റ് ആവണമെങ്കിൽ either ഒരു ഹാർട്ട് ബ്രോക്കൺ ആയിരിക്കണം or you should be in love. That's always a saying. അങ്ങനെ ഒരു saying ഉണ്ട്. So I was not in love in that marriage. So I was heartbroken. അപ്പോൾ ആ ഒരു ഹാർട്ട് ബ്രേക്കിൽ നിന്നും വരുന്ന ആ ഒരു എമോഷൻസ് പേപ്പറിൽ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞാൻ എഴുതി. എനിക്ക് ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത്, ഇല്ലെങ്കിൽ ഓഫീസിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത്, ആ സമയത്ത് ജോലി, ഐ വാസ് എംപ്ലോയിഡ്. സോ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഐ ഡിഡ്ന്റ് ഹാവ് എനിബഡി എൽസ് ടു ടോക്ക് ടു. സോ ആരോട് സംസാരിക്കാൻ? ദുബായിലായിരുന്നു ഞാൻ. സോ അങ്ങനെ ഒരു പേഴ്സണൽ സ്പേസ് ഇല്ല, കുറേ ഫ്രണ്ട്സ് അങ്ങനെയൊന്നുമില്ല. സോ പുട്ട് ഇറ്റ് ഡൗൺ ഓൺ പേപ്പർ ആൻഡ് whatever I felt like. So that's how I started ഒരു ബോൾഡായിട്ട് എഴുതാൻ, ഓണസ്റ്റ് ആയിട്ട് എഴുതാൻ ഞാൻ തുടങ്ങിയത് അപ്പോഴായിരുന്നു. I used to write about my marriage, about the mental abuse, about that person. അങ്ങനെ ഒരു ഫാൻറ്റസി വേൾഡിൽ ഞാൻ തന്നെ എനിക്ക് വേണ്ടി ഒരു വേൾഡ് സൃഷ്ടിച്ചിട്ട് I used to be happy in that, comfortable in that. അങ്ങനെ ഞാൻ എഴുതാൻ തുടങ്ങി. അപ്പോഴാണ് എൻ്റെ പോയട്രി കുറച്ചുകൂടി ഡീപ്പ്, കുറച്ചുകൂടി ഒരു സീരിയസ് നോട്ടിലേക്ക്. I used to write about suicides, I used to write about mental depression, because നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ definitely when you walk along those lines, you definitely write about it, or you know, that's how I know how depressed, people with depression, അവർക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ എന്ത് ഡിഫിക്കൽട്ടി ആണെന്ന് എനിക്കപ്പോൾ റിയലൈസ് ചെയ്യാൻ പറ്റി. It was only just recently that I have started enjoying my life in its full.
ആ ഒരു ഫേസ് ഡ്യൂറിങ് ദ മാരേജ്, എനിക്കറിയാം സൗമ്യ കുറേയൊക്കെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല, പക്ഷേ ആ വ്യക്തിയെക്കുറിച്ചും പറഞ്ഞിട്ടില്ല സൗമ്യ. പക്ഷേ മെൻ്റൽ അബ്യൂസിൻ്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു. എനിക്ക് പൊതുവേ പലപ്പോഴും സ്ത്രീകൾ മെൻ്റൽ അബ്യൂസ് എന്നുള്ളൊരു റീസൺ ഫോർ ഡിവോഴ്സ് എന്ന് കൺസിഡർ ചെയ്യാറില്ല. മെൻ്റൽ അബ്യൂസ് എന്താണെന്ന് പോലും പലപ്പോഴും തിരിച്ചറിയാറില്ല. ഒരു അടിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ വാക്കാൽ വളരെ മോശമായിട്ട് പെരുമാറി, അതൊക്കെയാണ് മെൻ്റൽ അബ്യൂസ്, അല്ലെങ്കിൽ അബ്യൂസ് എന്ന രീതിയിൽ സീരിയസ്ലി എടുക്കാറ്. പക്ഷേ മെൻ്റൽ അബ്യൂസ് വളരെ സട്ടിലും വളരെ ടോക്സിക്കും ആവാമല്ലേ? ട്രൂ, ഡെഫിനറ്റ്ലി. ഒരു ഫിസിക്കൽ അബ്യൂസിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നത് മെൻ്റൽ അബ്യൂസാണ് ഭയങ്കരമായിട്ട് നമ്മളെ തളർത്തി ഒരു ഫിസിക്കലി ഒരു സ്ലാപ്പ് ഒരു ഇറ്റ് ഓൺലി wound you and then it goes away, but then the mental trauma that's inflicted, ആ ഒരു മെൻ്റൽ ട്രോമയിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ ഈഗോനെയാണ് ഹേർട്ട് ചെയ്യുന്നത്, നമ്മുടെ വ്യക്തിത്വത്തിനെയാണ് അവിടെ ഇൻസൾട്ട് ചെയ്യപ്പെടുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുപാട് കാലതാമസം. ഇപ്പോഴും എനിക്കതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ഒരു വിഷമം, ഞാൻ എന്തിനാണ്, എന്നെപ്പോലെ ഒരു വ്യക്തി എന്തിനാണ് ഞാൻ അതിനെ ഞാൻ എന്തിനെ സഹിച്ചു എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കി എന്നോട് തന്നെ എനിക്ക് പുച്ഛം തോന്നും. വൈ ഡിഡ് ഐ ഡു ദാറ്റ്? I mean, it was not necessary. I could have walked out of the marriage even 2 years, 3 years I could have walked out, but I waited for 10 years of suffering to walk out of it. What was it like? എന്തായിരുന്നു? ഇപ്പോൾ can you give me one instance so that at least കുറച്ച് പേർക്കെങ്കിലും എന്താണ് ആ ട്രോമ എന്നുള്ളത് ഒന്ന് തിരിച്ചറിയാം. There was no physical abuse. He has never raised his hand. Never. For that, yeah, definitely. He has ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഈവൻ ആഫ്റ്റർ ഡിവോഴ്സ് we don't have to blame him. അങ്ങനെ ഒരു സംഭവമില്ല. But then mental abuse is when you don't get the attention that you deserve in a marriage, or you don't get the respect. ഒരു റെസ്പെക്റ്റ് ഇല്ല, കമ്പാനിയനോടൊരു റെസ്പെക്റ്റ് തോന്നാത്ത ഒരു ലൈഫിലേക്ക് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾക്ക് ഇൻസൾട്ട് ആവുക. എല്ലാ ദിവസവും ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇസ് ഹി ഗോയിങ് ടു ബി ഹാപ്പി വിത്ത് വാട്ട് ഐ ഡു? am I going to make him happy today? ഇന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവോ? ഇന്ന് ചൂടാവോ ആള്? ഇന്നൊരു ഇഷ്യൂ ഉണ്ടാവോ? എനിക്ക് പിന്നെ അതൊരു മെൻ്റൽ ട്രോമയാണ്. ഈ വെയിറ്റിംഗ് ഇല്ലേ, അതൊരു ഭയങ്കര you wish that you were alone in life. അങ്ങനെ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ജീവിക്കുക, വേറൊരാളുടെ ഹാപ്പിനെസ്സിൽ നമ്മുടെ ഹാപ്പിനെസ് കണ്ടെത്തുക. that is good when you are in love and when you care about each other. But ഈ ഒരു പ്രഷർ ഉണ്ടാവില്ലേ ആ ഒരു ജീവിതത്തിൽ, that is very traumatic. There is no attention. Even if I had an affair, you wouldn't have bothered perhaps. That is a kind of attention ഇല്ലായ്മ ഞാൻ അവിടെ സഹിക്കേണ്ടി വന്നത്. സോ ഏകദേശം എത്ര വർഷം ഈ ഒരു ഫേസ്, അതായത് 10 വർഷത്തോളം ഇത് തന്നെയായിരുന്നു, അതോ it was just no, it happened perhaps after 2 or 3 years of marriage, yeah. Initial phase, initial phase il definitely love marriage ആയിരുന്നു. It was a love marriage, yeah. അച്ഛനും അമ്മയോടും വഴക്കിട്ടിട്ട് ഞാൻ എനിക്ക് വേണ്ടി കണ്ടെത്തിയ ഒരാളായിരുന്നു. For him also it was a love marriage. He also had to struggle with his parents, but രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ഉള്ള ഒരു ജീവിതമായിരുന്നെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ബട്ട് ദെൻ അറ്റ് സം പോയിന്റ് ഐ ഡോണ്ട് നോ വെദർ ഹീ ഈസ് ടു ബ്ലെയിം ഓർ ഐ എം ടു ബ്ലെയിം. എനിക്ക് രണ്ട് പേരിലും ആരാണ് കുറ്റക്കാരെന്ന് ചോദിച്ചാൽ ഫോർ എ തേർഡ് പേഴ്സൺ we don't know. I don't know. I standing in that situation, I don't know. But then this happened and Aaryan came along. അതാണ് അതിശയം. കാരണം സൗമ്യയുടെ ഇപ്പം ആദ്യത്തെ കല്യാണം കഴിഞ്ഞ് ഏകദേശം 6 മാസത്തിനകം ആര്യനായിട്ട് കല്യാണമായി. ആര്യൻ പ്രായത്തിൽ വളരെ ഐ തിങ്ക് 5 or 6 years ഡിഫറൻസ് ആണ്, യങ്ങർ ആണ്. പിന്നെ ഒരു മോളുണ്ട്, മൂത്ത മോളുണ്ട് കല്യാണത്തിന്, ഫസ്റ്റ് മാരേജിൽ നിന്ന്. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോഴത്തേക്കും ശരിക്കും ഒരു വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ടു ഈവൻ ടേക്ക് ദാറ്റ് ഡിസിഷൻ. നമ്മൾ ആ ഡിസിഷൻ എടുക്കുക, അതായത് ടു ലീവ് ദ ഫസ്റ്റ് മാരേജ് ആൻഡ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ്, അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. മീൻ യു ടുക്ക് ഇറ്റ് വിത്തിൻ 6 months. ഐ എം ഷുവർ ഒത്തിരി സൊസൈറ്റൽ പ്രഷേഴ്സ് ഉണ്ടായി ഒരുപാട്. പക്ഷെ ആര്യനെ കണ്ടത് you met him during when you were married. And ഇപ്പം നമ്മുടെ ഒരു സോ കോൾഡ് ടെർമിനോളജിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ. ഹൗ ഡു യു സീ ദിസ്? ഒരു ജഡ്ജ്മെന്റ് ഇല്ലാതെ നമ്മൾ ന്യൂട്രൽ ആയിട്ട് ഒരു ഒബ്സർവർ എന്ന നിലയ്ക്ക്, യു ആർ എ പാർട്ടി ഓഫ് കോഴ്സ് ഇൻ ഇറ്റ്, പക്ഷെ എന്നാലും ഈ ഒരു സാഹചര്യത്തിന് എങ്ങനെയാണ് കാണുന്നത്? ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്ന് എനിക്ക് വിളിക്കാൻ അതിനെ താല്പര്യമില്ല. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എ ചീപ്പ് അഫെയർ ദാറ്റ് യു ഹാവ് ഔട്ട് ഓഫ്
ഔട്ട് ഓഫ് ലസ്റ്റ് അങ്ങനെ ഒരു റിലീസിന് വേണ്ടി ഉണ്ടാകുന്ന ഒരു അഫെയർ അന്നായിട്ട് എനിക്ക് കാണാൻ താല്പര്യമില്ല. ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇറ്റ് വാസ് എ കമ്പാനിയൻഷിപ്പ്, ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ ആഗ്രഹിച്ച് ഒരുപാട് അതിനുവേണ്ടി വിഷമിച്ച ദിവസങ്ങളിൽ കണ്ട ഒരു വ്യക്തിയാണ് ആര്യൻ. സോ പെർഹാപ്സ് ഹി വാസ് ദാറ്റ് ഒരു തൂൺ, ഒരു something to hold on to. He was something that I could hold on to so that I wouldn't break. എനിക്കൊരു മെൻ്റൽ ബ്രേക്ക് ഡൗൺ ആവരുത്, എനിക്കൊരു മോളുണ്ട്, ആ ഒരു സൂയിസൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കോൺടെംപ്ലേഷനിലേക്ക് ഞാൻ എത്തരുത് എന്ന് മനസ്സിൽ വിചാരിച്ചപ്പോൾ എനിക്ക് ആര്യൻ എപ്പോഴും ഒരു കൈത്താങ്ങായി, നല്ലൊരു ഫ്രണ്ടായിരുന്നു, എനിക്ക് എന്തും സംസാരിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ടായിരുന്നു. അതങ്ങനെ സ്നേഹമായി. പിന്നെ ആര്യൻ ആ സ്നേഹം എനിക്ക് ചിലപ്പോൾ ഈ ഒരു അബ്യൂസീവ് റിലേഷൻഷിപ്പിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു ലൂപ്പ് ഹോൾ, വൺ എസ്കേപ്പ് റൂട്ടായിരിക്കും ചിലപ്പോൾ. അങ്ങനെ എനിക്കതിനെ വിളിക്കാനാണ് താല്പര്യം. അങ്ങനെ ആര്യനെ ഞങ്ങൾ രണ്ടുപേരും സൊസൈറ്റി ഒരുപാട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഹൗ ഇൻ 6 months പോലും വെയിറ്റ് ചെയ്തില്ല, ഒരു കുട്ടിയുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട് എന്ന് പോലും ആലോചിച്ചില്ല. ഹൗ ഡു പെൺകുട്ടിയുടെ ഭാവി എന്താ ആലോചിക്കാത്ത, സ്റ്റെപ്പ് ഫാദറാണ് വരുന്നത്, വി റീഡ് സോ മച്ച് അബൌട്ട് ഇറ്റ് ഇൻ ദ ന്യൂസ് പേപ്പേഴ്സ്. അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. തീരുമാനിക്കുന്നതിന് മുമ്പ് ഒരുപാട് ആലോചിക്കണം. I know that person, I know him. എനിക്ക് ഫുള്ളായിട്ട് അറിയാം. ആര്യൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഹീസ് വെരി ഒരു പ്ലെയിൻ പേപ്പർ പോലെയാണ്. എനിക്ക് സനേനെ അത്രയും സ്നേഹിക്കും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അത് തന്നെയായിരുന്നു ഇപ്പോഴും. ഐ ഹവ് പ്രൂവൻ ഇറ്റ് റൈറ്റ് ടു ദി എൻറ്റയർ വേൾഡ് പെർഹാപ്സ്. കാണുന്നില്ല, ഞാൻ ആര്യന്റെ ആണ് പോസ്റ്റ് കൂടുതൽ കാണാറുള്ളത്. ഇൻഫാക്ട് സൗമ്യനേക്കാളും ഞാൻ വായിച്ചിട്ടുള്ള നമ്മുടെ കൈലാസത്തിലെ വിശേഷങ്ങളാണ്, പ്രത്യേകിച്ച് സനയുടെയും പീലിയുടെയും കനിയുടെയും. ഈയിടയ്ക്ക് ഒരു പോസ്റ്റ് കണ്ട് ഈ 2 പിള്ളേര്, പീലിയും കനിയല്ല, വേറൊരു ഫ്രണ്ടിന്റെ കൂടി ഇരിക്കുന്ന രണ്ടുപേരും വർത്താനം പറഞ്ഞിരിക്കുന്ന ഒരു ഫോട്ടോ കണ്ട് ഞാൻ കുറെ ചിരിച്ചു. തീരാത്ത വർത്തമാനങ്ങൾ 3 പേരും കൂടെ കൂടിയാ ഐ ഡോണ്ട് നോ ഒരു വേറെ 3 പെൺകുട്ടികളാണ്. പക്ഷെ ഇതില് സനയാണ് ഈ ഒരു ട്രാൻസിഷനും ഈ ഒരു ചേഞ്ചും ഈ ഒരു ടർബുലൻസും വിഷമങ്ങളും പെയിനും എല്ലാം അറിഞ്ഞിരിക്കുന്നത് സനയാണ്. സന ഇതെങ്ങനെയാണ് കണ്ടിരുന്നത്? ആൻഡ് ഹൗ വാസ് ഷീ വിത്ത് യു ആസ് എ ഡോട്ടർ ത്രൂ ദ ജേർണി? സന എന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളൂ, അമ്മ എവിടെ പോകുന്നോ ഞാൻ അവിടെ ഉണ്ടാവും. ബിക്കോസ് സന ഇതെല്ലാം കണ്ടു വളർന്ന ഒരു വ്യക്തിയാണ്. അമ്മ എവിടെയാണോ അവിടെ ഞാനുണ്ട്. അമ്മ എടുക്കുന്ന തീരുമാനം എൻ്റെ എന്തിയുടെ തീരുമാനം. ആൻഡ് ആര്യനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ ആര്യനോടും ഞങ്ങൾ കല്യാണം കഴിച്ച സമയത്ത് ഞങ്ങളുടെ മുന്നിൽ തന്നെയാണ്, അവളുടെ മുന്നിൽ തന്നെയാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. രാമേശ്വരത്തിൽ പോയിട്ട് കല്യാണം കഴിച്ചത്. സോ ഷി വാസ് ജസ്റ്റ് റൈറ്റ് ദെയർ ആൻഡ് ദെൻ ഷി ഹെൽഡ് ഹിസ് ഹാൻഡ് ആൻഡ് ഷി കോൾഡ് ഹിം അപ്പ. സോ ആ അപ്പയിൽ നിന്നും ഇപ്പോഴും ഷി റിലൈസ് ഓൺ ഹിം ഫോർ എവറിത്തിങ്. എല്ലാത്തിനും ഡിപ്പെൻഡൻ്റ് ആണ്, ഒരു പെറ്റാണ്. ഇത്രയും മുതിർന്ന ഒരു കുട്ടിയും ഇപ്പോഴും ആ കുഞ്ഞുങ്ങളുടെ ആ സമയത്ത് അവർക്ക് കിട്ടാത്ത ഒരു ഫാദർലി ലവ് ഉണ്ട്. ആ ഒരു ടൈമിൽ ഞാൻ ഡിവോഴ്സ് ചെയ്ത സമയത്ത് സ്വന്തം ഫാദർ അടുത്തില്ലായിരുന്ന സമയത്ത് അവർക്ക് കിട്ടാഞ്ഞു പോയ ഒരു ലവ് ഉണ്ട്. അതിപ്പോഴും അവൾ ആരിൽ നിന്ന് തേടുന്നു. ഷീ ഗോസ് ആൻഡ് ഗെറ്റ്സ് പാമ്പേർഡ് ഫ്രം ഹിം ഓർ ഫ്രം മീ. വി ഗിവ് ഇറ്റ് ടു ഹർ ബിക്കോസ് ഷീ ഡിസേർവ്സ് ഇറ്റ് ആൻഡ് ഷീ നീഡ്സ് ഇറ്റ്. അങ്ങനെ ഒരു നീഡ് അവർക്ക് എപ്പോഴും ഉണ്ട്. സോ that journey was as traumatic as what I have experienced. എൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ് അവളുടെയും എക്സ്പീരിയൻസ്. ആ സെയിം ട്രോമയിലൂടെ അവൾ പോയിരിക്കുന്നത്. ബട്ട് ദെൻ ഐ തിങ്ക് now she is living her life to the fullest. സൗമ്യ, ഇതിൽ അതിശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ നമ്മളിപ്പോൾ കേരളത്തിൽ തന്നെ എത്രയോ കേസസ് കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഫിസിക്കൽ അബ്യൂസ്, ഇമ്മെൻസ് ട്രോമ അനുഭവിക്കുന്ന പെൺകുട്ടികൾക്ക് പോലും തിരിച്ച് സ്വന്തം അച്ഛനമ്മമാരുടെ അടുത്ത് തിരിച്ചു പോകാൻ പറ്റില്ല. കാരണം അവർ പറയണ എല്ലാം സഹിച്ച് ജീവിക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ സാധാരണയാണ്, എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യമാണ്, ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം എന്ന് പറയുന്ന അച്ഛനമ്മമാരാണ്. സൗമ്യയുടെ കാര്യത്തിൽ നേരെ തിരിച്ചു. സൗമ്യക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു, സൗമ്യ ഇസ് ഡിസൈഡിങ് ടു വാക്ക് ഔട്ട് ഓഫ് ദ മാരേജ്. സപ്പോർട്ടും പിന്തുണയും പൂർണ്ണമായിട്ട് തന്നത് അച്ഛനും അമ്മയാണ്. വാട്ട് ഈസ് ഇറ്റ് അബൌട്ട് ദം ദാറ്റ് വാസ് സോ ഡിഫറെൻറ്റ്? എങ്ങനെയാണ് അവർ ഈ സിറ്റുവേഷനെ സമീപിച്ചത്? ആദ്യം എല്ലാ അമ്മമാർക്കും തോന്നുന്ന ആ ഒരു വിഷമം, ആ ഒരു ആങ്സൈറ്റി, ഒരു പെയിൻ എല്ലാവർക്കും ഉണ്ടാവും. അത് എൻ്റെ അച്ഛനും അമ്മയും അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരുന്നില്ല, വ്യത്യസ്തമായിരുന്നില്ല. ബട്ട് ദെൻ ദേ ടുക്ക് ഇറ്റ് മോർ ലിബറലി. പെർഹാപ്സ് ഇപ്പോൾ നമ്മളൊരു റിലേഷൻഷിപ്പ്, ഫോർ എക്സാമ്പിൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ, ഇപ്പോൾ ഒരു 2 സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ, ഇപ്പോൾ അവരോട് എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മുടെ പേരൻസ് പറയല്ലോ, ഇല്ല മോനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കൂ, അതൊരു ഫ്രണ്ടാണ്, ഇത്രയും വർഷത്തെ പരിചയമാണ്. നോ, ദെൻ ഹൗ ഡസ് ദറ്റ് മാരേജ് ഡിഫർ ഫ്രം എ ഫ്രണ്ട്ഷിപ്പ്?
just because you have a marriage agreement or a certificate or ഒരു laminated certificate വീട്ടിലിരിക്കുന്നു എന്നുള്ളൊരു എക്സ്ക്യൂസ് മാത്രമാണ് ഒരു മാരേജിൻ്റെ is that the criteria for a marriage to sustain, ആ ഒരു സർവൈവ് ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയ അതാണോ? അതായിരിക്കരുത്. നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ എമോഷൻസ് ആയിരിക്കും. am I happy in the relationship? If I am happy, I can give the other person happiness. ഇനി ഞാൻ ഹാപ്പി ആയാൽ മാത്രമേ എനിക്ക് ധന്യയെ ഹാപ്പി ആക്കാൻ പറ്റത്തുള്ളൂ, നമ്മുടെ റിലേഷൻഷിപ്പിൽ പോലും അല്ലേ. ഇഫ് ഐ എം നോട്ട് ഹാപ്പി, ദെൻ ഞാൻ ചെയ്യുന്ന നമ്മുടെ റിലേഷൻഷിപ്പിന് അതൊരു ഇൻജസ്റ്റിസ് ആയിരിക്കും. അതെല്ലാ റിലേഷൻഷിപ്പിനും അങ്ങനെ തന്നെയല്ലേ. സോ ഐ തിങ്ക് മാരേജ് ഇസ് നോട്ട് ഡിഫറെൻറ്റ്. സോ എൻ്റെ അച്ഛനും അമ്മയും they were initially they had that crisis, അവർക്കും ആ ക്രൈസിസ് ഉണ്ടായിരുന്നു. The society had a lot of this thing and my relatives had a lot of say about it. പക്ഷേ എന്നാലും എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും വിശ്വാസമായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ഈ ട്രോമയിൽ നിന്നും എനിക്കൊരു രക്ഷപ്പെടണം. സോ അമ്മയുടെ ഒരു മെയിൻ കൺസേൺ എന്ന് പറയുന്നത് സനയായിരുന്നു. ബട്ട് ദെൻ വെൻ ഞാൻ എൻ്റെ മെൻ്റൽ സിറ്റുവേഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അവർക്ക് വേറെ ഒരു ചിന്തയില്ലായിരുന്നു. I didn't even have to say that I was physically abused or anything. I didn't have to give an excuse. ഒരു എക്സ്ക്യൂസ് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. എനിക്ക് മെൻ്റലി എനിക്ക് പറ്റുന്നില്ല, എനിക്ക് വിഷമമാണ്, എനിക്ക് വേറെ ആലോചനകൾ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വേറെ വേറെ ചിന്തകൾ വന്നു തുടങ്ങി എന്ന് പറയുമ്പോൾ തന്നെ അമ്മയ്ക്ക് അത് മനസ്സിലായി. സോ ഷീ സ്റ്റുഡ് വിത്ത് മീ. ഐ മീൻ പേരൻസ് അങ്ങനെ ഒരു നമ്മുടെ മെൻ്റൽ സപ്പോർട്ടും കൂടെ ഇല്ലെങ്കിൽ ദെൻ വാട്ട് ഇസ് ദ പോയിന്റ് അല്ലേ. ഇപ്പോൾ പുതിയ തലമുറയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സൗമ്യക്ക് എന്ത് തോന്നുന്നു? പഴയതിനേക്കാളും ഇത്തിലൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണോ ഇപ്പോൾ സോഷ്യൽ മീഡിയയും ആ ഒരു ഒരു പ്രഷർഡ് എൻവയൺമെൻറ്റ്, ഒരു പ്രഷർഡ് സൊസൈറ്റിയിലാണ് അവർ നിൽക്കുന്നത്? ഓർ ഡു യു ഫീൽ ആസ് എ റൈറ്റർ, ആസ് എൻ ഒബ്സർവർ, ആസ് എ ഫെമിനിസ്റ്റ്, ഡു യു ഫീൽ ദാറ്റ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത്തിലൂടെ ഒരു സെൻസ് ഓഫ് അവയർനെസ് ഉണ്ട് എന്നാണ് തോന്നുന്നത് പൊതുവേ? ജസ്റ്റ് യുവർ ഒപ്പീനിയൻ. സെൻസ് ഓഫ് അവയർനെസ് ചെറുതായിട്ട് കൂടിയിട്ടുണ്ട്. ഇൻ ദ സെൻസ് ദാറ്റ് ഒരു റിലേഷൻഷിപ്പിനെ അവർക്ക് ഞാനാണ് ഇമ്പോർട്ടൻറ്റ്, ഞാനും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു അവയർനെസ് അവർക്ക് കുറേ പേർക്ക് വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇപ്പോഴും ഞാനിപ്പോൾ എൻ്റെ ഒരു ഫേസ്ബുക്ക് മെസ്സഞ്ചർ തുറന്ന് നോക്കിയാൽ അതിൻ്റെ അകത്തൊരു 10 മെസ്സേജസ് ഉണ്ടാവും പെൺകുട്ടികളിൽ നിന്നും. മാഡം ഞാൻ ഇങ്ങനെ ഒരു അബ്യൂസീവ് റിലേഷൻഷിപ്പിലാണ്, എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യണം എന്ന് എനിക്കറിയില്ല. മാഡമിൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് ഇൻസ്പയർ ആയി, എനിക്ക് ഇത് വിട്ടു പോകണമെന്നുണ്ട്, പക്ഷേ എൻ്റെ പേരൻസിനോട് ഞാൻ എങ്ങനെ പറയും എന്നറിയില്ല. അങ്ങനെ എനിക്ക് ഫിസിക്കൽ അബ്യൂസ് ഉള്ള എന്തുമാത്രം കേസസ് ഞാൻ എല്ലാ ദിവസവും എനിക്ക് മെസ്സേജസ് വരാറുണ്ട്. സോ ഈവൻ നൗ ഐ എം സർപ്രൈസ് ദാറ്റ് ഇത്രയും നാളുകൾക്ക് ശേഷവും ചെറുതായിട്ട് അവയർനെസ്, എഡ്യൂക്കേഷൻ ഒരു ചെറിയ അവയർനെസ് സൃഷ്ടിച്ചു എന്നല്ലാണ്ട് ഇറ്റ് ഹാസ് നോട്ട് ബ്രോട്ട് അബൌട്ട് എ ബിഗ് ചേഞ്ച്. ഇപ്പോഴും നമ്മുടെ പെൺകുട്ടികൾ ഒരുപാട് സഹിച്ചും, പെൺകുട്ടികളിൽ മാത്രമല്ല ആൺകുട്ടികളും ചിലപ്പോൾ സഹിക്കുന്നുണ്ടാവും. ബട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ബോത്ത് ആർ ഇമെൻസ്. ഐ മീൻ ആ ഡിഫറൻസ് ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും സഹിക്കുന്നതിൻ്റെ ആ ഡിഫറൻസ് ഭയങ്കര വ്യത്യാസമാണ്. ബിക്കോസ് പെൺകുട്ടികൾക്ക് ഒരുപാട് ചുറ്റുമുള്ള ആൾക്കാർ ഒരുപാട് പ്രഷറൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആൺകുട്ടികൾക്ക് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു കേസ് ഉണ്ട്. ദേ ഹാവ് ദാറ്റ് ഇൻഡിപെൻഡൻസ് സ്റ്റിൽ വിത്ത് ദം. അവർക്ക് ആ ഫ്രീഡം എവിടെയോ ഉണ്ട്, കുറച്ചെങ്കിലും ആണെങ്കിലും they have it. But it's not the case with the women, at least in India. ഈ ഫെമിനിസമായിട്ടുള്ള റിലേഷൻഷിപ്പ് എപ്പോഴാണ് ഡെവലപ്പ് ചെയ്തത്? കാരണം നമ്മൾ ഫെമിനിസത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് നമ്മുടെ ലൈഫിൽ പല ഇപ്പോൾ ഇതൊന്നും തിയറിറ്റിക്കൽ നോളജ് ഉള്ളൊരു വ്യക്തിയല്ല ഞാൻ. എന്നെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ തിയറിറ്റിക്കൽ നോളജ് ഒന്നുമില്ല. പക്ഷേ ഫെമിനിസ്റ്റ് എന്ന രീതി ഞാൻ എന്നെ തന്നെ കണ്ടു തുടങ്ങിയത് വളരെ ലേറ്റർ ഇൻ ലൈഫാണ്. ഞാൻ വളർന്നു വന്ന സമയത്ത് എനിക്ക് ഒരിക്കലും ഒരു ആണോ പെണ്ണെന്നുള്ളൊരു മനസ്സിലൊരു വ്യത്യാസം ഒരിക്കലും വളർന്നു വന്ന സാഹചര്യത്തിൽ ഉണ്ടായിട്ടില്ല, എൻ്റെ വീട്ടിലുണ്ടായിട്ടില്ല. പക്ഷേ എനിക്ക് പിന്നീട് ഞാൻ ജോലിക്ക് പോകുമ്പോഴും പലയിടത്തും പുറത്ത് സമൂഹത്തിൽ ഇടപെടുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു വ്യത്യാസം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഒരു സൊസൈറ്റിയിൽ. പ്രത്യേകിച്ച് തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ജോലി ചെയ്ത സമയത്താണ് ഞാൻ ആ ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ നമ്മൾ കല്യാണം കഴിച്ച് പലരുമായിട്ട് ഇടപെടുമ്പോൾ നമുക്ക് പതുക്കെ മനസ്സിലാവും വിത്തിൻ ദ സ്ട്രക്ചർ ഓഫ് മാരേജ് തന്നെ ദർ ഇസ് എ ലോട്ട് ഓഫ് ഇൻഇക്വാലിറ്റി. അപ്പോൾ സൗമ്യയ്ക്ക് എപ്പോഴാണ് ആദ്യമായിട്ട് ആ ഒരു ഡിഫറൻസ്, ആ ഇൻഇക്വാലിറ്റി സെൻസ് ചെയ്തതും ഒരു ഈക്വാലിറ്റിയിലേക്കുള്ള ഒരു ഫസ്റ്റ് ചുവട് എന്ന നിലയ്ക്ക് ഫെമിനിസമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായത്? ധന്യ പറഞ്ഞ പോലെ തന്നെയായിരുന്നു. എൻ്റെ അപ്ബ്രിങ്ങിങ്ങിൽ എനിക്കൊരിക്കലും അത് തോന്നിയിട്ടില്ല. എൻ്റെ അച്ഛനും അമ്മ എങ്ങനെയാണോ എന്നെ വളർത്തിയത് അതിൻ്റെ അകത്ത് ആൺ പെൺ ഡിഫറൻസ് ഇല്ലായിരുന്നു. I had the time, I had my freedom, all that. എനിക്ക് കോളേജിൽ നിന്ന് ഈ ടൈമിൽ എല്ലാം ഉണ്ടായിരുന്നു. ഐ കുഡ് കം ബാക്ക് ഹോം ലേറ്റ്, ഐ കുഡ് ഗോ ഔട്ട് വിത്ത് ഫ്രണ്ട്സ്, അങ്ങനെ ഒരു എല്ലാ ഫ്രീഡം തന്നിട്ടാണ്. പക്ഷേ എൻ്റെ കല്യാണം അതായിരുന്നു ഫസ്റ്റ് ഞാൻ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഫെമിനിസത്തിനെ കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ആ ഒരു ദെൻ ദ ബുക്സ് ഞാൻ ഒരുപാട് കോണ്ടംപ്ലേറ്റ് ചെയ്ത് എഴുതാൻ തുടങ്ങി, പിന്നെ വായിക്കാൻ തുടങ്ങിയപ്പോഴായിരുന്നു
പിന്നെ ഒരു പോയിന്റിൽ നമ്മൾ ഫെമിനിസ്റ്റ് ആണെന്ന് പറയുമ്പോൾ ആൾക്കാർ കളിയാക്കാൻ തുടങ്ങി. വലിയ ഫെമിനിസ്റ്റ്, വലിയ യുനോ എന്തോ ഈ ഫെമിനിസം, ഇതിനെക്കുറിച്ച് സംസാരിക്കും, അതേ ആ ഫെമിനിസ്റ്റ് വന്നിരിക്കും. അപ്പോൾ എനിക്ക് അതിനോട് കൂടുതൽ ഒരു വാശിയാണ് എനിക്ക് തോന്നിയത്. ഫെമിനിസത്തിനെ കുറിച്ച് കളിയാക്കുമ്പോൾ എനിക്ക് അതിനോട് കൂടുതൽ ഒട്ടിപ്പിടിക്കാനേ തോന്നിയിട്ടുള്ളൂ. യുനോ വൈ ആർ ദേ മേക്കിംഗ് ഫൺ ഓഫ് ഇറ്റ്? വാട്ട് ഇസ് ദ കോൺസെപ്റ്റ്? ഡിഡ് ദേ ഈവൻ നോ വാട്ട് ഇസ് ഫെമിനിസം? വിതൗട്ട് നോയിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, അത് എന്താണെന്ന് അറിയാണ്ട് തന്നെ നമ്മളെ കളിയാക്കും. It's only about equality. പണ്ടൊക്കെ നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ നമ്മളെ കളിയാക്കുന്ന ആൾക്കാരില്ലേ, അതുപോലെയായിരുന്നു നമ്മൾ ഫെമിനിസം എന്ന് പറയുമ്പോൾ വാട്ട് ഫെമിനിസം. ഇപ്പോഴും ആൾക്കാർ ഫെമിനിസത്തിന് ഒരുപാട് ഡിഫറെന്റ് മീനിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അതിനോട് എനിക്ക് ആഗ്രഹം തോന്നിയത് ബുക്സ് വായിച്ചു, മാധവിക്കുട്ടിയെ കുറിച്ച് വായിക്കുക. ഇൻസ്പിറേഷൻ ആണല്ലേ മാധവിക്കുട്ടി? വെരി 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 ബിഗ് ഇൻസ്പിറേഷൻ. ഇൻസ്പയർഡ് ഔട്ട് ഓഫ് ഹർ ലൈഫ്. അവരുടെ ആ ഒരു ജീവിത ശൈലിയും അവരിലുണ്ടായ ആ സട്ടിൽ ഫെമിനിസം, അവർ ആ റൈറ്റിങ്ങിൽ എങ്ങനെയാണ് അത് ഉപയോഗിച്ചതെന്നുള്ളതാണ് എൻ്റെ. പെർഹാപ്സ് ഷീ ഈസ് നോട്ട് brought it out in her life. She survived the marriage, but when it came to her writings and poetry and short stories, she gave it, she was a rebel. She put it down entirely according to her, വായി തോന്നിയതെല്ലാം എഴുതി എന്നുള്ളൊരു, that is my fanship towards her. ഞാൻ പല കൾച്ചർ ഓഫ് സൈലൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. എന്ത് അനീതി പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എഗൻസ്റ്റ്, അല്ലെങ്കിൽ അവരുടെ ഡിസയേഴ്സ്, അവരുടെ സെക്ഷുവാലിറ്റി, പല കാര്യങ്ങളും അവർക്ക് തുറന്നു പറയാൻ പറ്റാത്ത ഒരു എൻവയൺമെൻറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ സൗമ്യയുടെ പല പോസ്റ്റും എഴുത്തും ഞാൻ കാണുമ്പോൾ വളരെ നമ്മൾക്ക് ഉപയോഗിക്കാൻ പോലും ഞാൻ ഹെസിറ്റേറ്റ് ചെയ്യുന്ന വാക്കുകൾ വളരെ ഫ്രീലി സൗമ്യ ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് യു ഓപ്പൺ അബൌട്ട് ഇറ്റ്. അവിടേക്ക് എങ്ങനെ എത്തി? വൈ ഡിഡ് യു ടേക്ക് ദിസ് സ്റ്റാൻസ്? യു കുഡ് ഹാവ് ചോസൺ നോട്ട് ടു ടോക്ക് അബൌട്ട് തിങ്സ് വിച്ച് ആർ സ്വെപ്റ്റ് അണ്ടർ ദ കാർപ്പറ്റ്. എന്തുകൊണ്ട്? പെർഹാപ്സ് വെൻ യു റൈറ്റ് അബൌട്ട് സംതിങ്, ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് പലവരും പറഞ്ഞ് അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴും ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് അത് ആൾക്കാർ വായിക്കാനും അത് മനസ്സിലാക്കാനുമുള്ള ഒരു ക്യൂരിയോസിറ്റി അവർക്കുണ്ടാവുക. അത് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടും അതെന്താണ്, അത് വായിക്കുമ്പോഴേ, ഇപ്പം ഞാൻ എഴുതിയത് ഒരു 10 പേര് വായിക്കുമ്പോഴേ, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, പെണ്ണുങ്ങൾക്ക് അതിൽ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയാൽ ഐ എം വെരി വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. അവർക്കും അത് എഴുതാനും അത് അവരുടെ ജീവിതത്തിൽ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ. പക്ഷെ ആണുങ്ങൾക്ക് അത് മനസ്സിലാക്കിയാൽ, ഐ എം നോട്ട് റൈറ്റിംഗ് ഇറ്റ് ഔട്ട് ഓഫ് ലസ്റ്റ് ഓർ ഐ എം നോട്ട് റൈറ്റിംഗ് ഇറ്റ് ഔട്ട് ഓഫ് എനിക്ക് ബിക്കോസ് ഓഫ് എൻ ഇച്ച്, അങ്ങനെ അതല്ല. ബട്ട് വാട്ട് ഐ വാണ്ട് ദം ടു അണ്ടർസ്റ്റാൻഡ് ഇസ്, നിങ്ങൾക്കുള്ളതുപോലെ തന്നെ സ്ത്രീകൾക്കും ആ ഒരു ഇഷ്ടവും ഇഷ്ടക്കേടുകളും ആ ഒരു ക്യൂരിയോസിറ്റിയും എവറിത്തിങ് നമ്മളെല്ലാവരും ആ സെയിം ലെവൽ, ആ സെയിം ലൈനിൽ കൂടെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളൊരു. സ്ത്രീ ആയാൽ ഭയങ്കര അടങ്ങി ഒതുങ്ങി ജീവിക്കണം, ഇങ്ങനെ ചിന്തകൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ച ഒരു സമൂഹത്തിൽ നിന്നും ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഒരു അവയർനെസ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സോ ലെറ്റ് ദാറ്റ് കണ്ടിന്യൂ. ഓപ്പണായിട്ട് എഴുതിയാൽ അവർക്ക് ഓപ്പണായിട്ട് ചിന്തിക്കാൻ പറ്റത്തുള്ളായിരിക്കും. 3 പെൺകുട്ടികളുടെ അമ്മയാണ് Sowmya. What do you want? What do you desire for them? What kind of a world do you desire for them? What kind of a life do you desire for them? I want them അവർക്ക് തന്നെ എടുക്കാൻ പറ്റുന്ന ഡിസിഷൻസ്, അവർക്ക് ഓപ്പണായിട്ട് ആരോടും ചോദിക്കാതെ അവരുടെ മനസ്സിൽ തോന്നിയതുപോലെ അവർക്ക് ജീവിച്ച് ഡിസിഷൻസ് എടുക്കാൻ, വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ, ഒരു ആൻസറബിൾ അല്ലാതെ ചോദിക്കേണ്ട, പെർമിഷൻ തേടേണ്ടി വരാതെ ഉള്ള ഒരു ജീവിതം അവർക്ക് ജീവിക്കാൻ പറ്റിയാൽ ഐ തിങ്ക് ദാറ്റ് വുഡ് ബി ദ ബെസ്റ്റ് ലൈഫ് ഐ കുഡ് ഗിവ് ദം. ബേസിക്കലി സെൽഫ് സഫിഷ്യൻറ്റും വെരി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള തിങ്കിങ്ങും, ഫ്രീ, ചോദിക്കേണ്ടി വരരുത് ആരോടും. പ്ലീസ് മേ ഐ ഡു ദാറ്റ്, ഓർ ഇഫ് ഐ ഡു ദാറ്റ് വുഡ് ഇറ്റ് ഹേർട്ട് യു, ഓർ ഐ തിങ്ക് ആ ഒരു റെസ്പെക്ട് ഫോർ ഈച്ച് അതർ അത് ആ സമയത്തെ ഉണ്ടാവണം. That understanding and that respect. Okay, Sowmya. നമ്മളെ ഈ ഒരു സീരിയസ് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഒന്ന് ഇത്തിലൂടെ ലൈറ്ററായിട്ട് കാര്യങ്ങൾ സംസാരിക്കാം. So I'm going to play a little card game with you now. Okay? സോ നമുക്ക് നമ്മുടെ ഐ ആം ഗെയിം സെക്ഷനിലേക്ക് പോകട്ടോ. ഞാൻ സൗമ്യക്ക് കാർഡ്സ് കൊടുക്കുകയാണ്. ആൻഡ് ദ ബെസ്റ്റ് തിങ് അബൌട്ട് ദിസ് ഇസ്, ഒരു റൈറ്ററിനാണ് ഞാൻ ഈ കാർഡ്സ് കൊടുക്കുന്നത്. ഇതിനകത്ത് ഈ കാർഡ്സ് എൻ്റെ ഒരു ഫ്രണ്ട് ഡിസൈൻ ചെയ്തതാണ്. ആൻഡ് ഇറ്റ്സ് ഹർ ഗെയിം, ഹർ നെയിം ഇസ് വാനസ. ആൻഡ് ഇതിനകത്ത് വാക്കുകൾ എഴുതിയിട്ടുണ്ട്. ആൻഡ് യു ആർ എ പേഴ്സൺ ഹു പ്ലേസ് വിത്ത് വേർഡ്സ്. അപ്പോൾ വളരെ എളുപ്പം ഗെയിമാണ്. ആൻഡ് ഇനി മനസ്സിൽ എന്ത് എക്സ്പീരിയൻസോ മെമ്മറീസോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ വാക്കിനെ കുറിച്ച്, ആ സെൻറ്റൻസിനെ കുറിച്ച്
You just have to share it immediately. Okay. Any card that you want. Any card. Yeah, this looks happy. എന്താ യൂസ് പ്രൊട്ടക്ഷൻ. നമ്മൾ കറങ്ങി തിരിഞ്ഞ് ലവർന്ന് തുടങ്ങി യൂസ് പ്രൊട്ടക്ഷൻ. Protection. Use protection. എന്തെങ്കിലും പറയാനുണ്ടോ? Every advertisement you can see. Use a condom, please. അപ്പൊ 3 chances. അപ്പൊ ഒന്ന് കഴിഞ്ഞു, ഇനി അടുത്തത് എടുക്കാം. ഓക്കെ, നമുക്ക് ചീട്ട് കളിക്കാം. അടുത്ത കാർഡ് വരുന്നു. ആൻഡ് യെസ്, For sure. I'm never going to give up on loving myself, for sure. സെൽഫ് ലവ് ഇപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ള ഒരു തീമാണ്. പക്ഷേ self-love. സെൽഫ് ലവിനെ ശരിക്കും മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ലവ് ഇല്ലാതെ ലവ് ഡിസ്കവർ ചെയ്ത വ്യക്തിയായിരിക്കും. Tell me about this journey. ലവ് ഇല്ലാതെ ഒരു ഇങ്ങനെയും ഒരു ലോകമുണ്ട് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാവില്ലേ. ലവ് ഇല്ലാത്തൊരു ലോകത്തിൽ നിന്ന് ഓക്കെ ഇങ്ങനെ ഒരു കമ്പാനിയനും ഉണ്ടാവാം, നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാകാം. ഞാൻ പഴയ ജീവിതത്തിലുണ്ടായിരുന്ന സമയത്ത് കപ്പിൾസ് വെൻ ദേ ആർ വാക്കിംഗ് അറൗണ്ട് ഹോൾഡിങ് ഹാൻഡ്സ് ലവിങ് ഈച്ച് അതർ, അങ്ങനെ ഒരു മൊമെൻറ്റ് കാണുമ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമായിരുന്നു. ലൈക്ക് ഇങ്ങനെ ഒരു ലോകം എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ലല്ലോ, ദാറ്റ് ഐ എം നോട്ട് എക്സ്പീരിയൻസിങ് ഇറ്റ്. ആ ഒരു കുശുമ്പോ ജലസിയോ ഒരു വിഷമോ മിക്സ്ഡ് ഫീലിങ്സ് ആയിരിക്കുമല്ലോ. Then when I come into that, when you step into the other world, you deserve it, this world is so much more beautiful than the other side of it. So many women don't know that there is a beautiful world out there that you can explore. പക്ഷെ സൗമ്യ, നമ്മൾ വേറൊരു വ്യക്തിയിൽ നിന്ന് സ്നേഹം പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് അതിനേക്കാളും ഒക്കെ ഉപരി നമ്മൾ ആദ്യം നമ്മളെ തന്നെയല്ലേ സ്നേഹിക്കാൻ പഠിക്കുന്നത്. നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണല്ലോ നമുക്ക് ആ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു കോൺഫിഡൻസ് വരുന്നത്. അത് സ്നേഹമുള്ളതുകൊണ്ടാണ്. സ്നേഹമില്ലാത്ത വ്യക്തി അത് തന്നെ സർവൈവ് ചെയ്യും വിതൗട്ട് ഫൈൻഡിങ് ലവ്. So finding love is another process of self-loving, isn't it? If you want to find love, it is not about loving the other person, it's that person falling in love with you. So that means you are in love with yourself, that you are projecting yourself in front of the other person. അങ്ങനെ ഒരു സ്നേഹം പിടിച്ചു വാങ്ങാനുള്ള ഒരു എബിലിറ്റി സെൽഫ് ലവിൽ തന്നെയാണ് ഉണ്ടാവുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, last and the final card. Because my favorite black. I mean seriously, like if somebody says something to you and എപ്പോഴെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് സൗമ്യ പറഞ്ഞിട്ടുണ്ടാവും, I mean seriously, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും? So many times they have asked me, എന്താണ് ഫെമിനിസ്റ്റ് ആവാൻ കാരണം? Why are you a feminist? Why do you call yourself a feminist? അതൊരു പറയാൻ പറ്റിയൊരു വേർഡാണ്, ഡിഫൈൻ ചെയ്യാൻ പറ്റിയ സെൽഫ് ഡിഫൈൻ ഡെഫിനിഷൻ ഉൾപ്പെടുത്താൻ പറ്റിയൊരു വേർഡാണ്. ഐ മീൻ സീരിയസ്ലി, ഇഫ് നോട്ട് എ ഫെമിനിസ്റ്റ്, വാട്ട് ആം ഐ? ഇഫ് നോട്ട് ഒരു സ്ത്രീ ആയിട്ടൊരു ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ what else can I be? That is the first thing that always comes to my mind as a woman or as a man. As a human being, you should always be a feminist, I think. It's a lovely thought to end the show with. Thank you. So സൗമ്യ, ഈ 3 കുട്ടികളുടെ ഇടയ്ക്കും എല്ലാ തിരക്കുകളുടെ ഇടയ്ക്കും ഒരു പുസ്തകം എഴുതാൻ സാധിച്ചു എന്നുള്ളതാണ് അതിശയം. എനിക്കറിയില്ല ഇത് എങ്ങനെ സാധിച്ചെടുത്തു. So all the best for your new book, Sowmya. Thank you so much. It is called Dragonflies of Kurinji. And Dragonflies of Kurinji. I have here one for you. I'm looking forward to reading it. Just sign that and give it to you. Thank you, Sowmya. It took me 4 years to write this book and another 2 years to publish it. 6 വർഷത്തെ കഠിനാധ്വാനമാണ് ഈ പുസ്തകം. Yeah. Dragonflies of Kurinji. Let me have a look. Yeah, it is just like like me. book also. Perhaps it's just like me, very rebellious and very straightforward and Non-conformist. very talkative. I look forward to reading this book and I will get back to you with honest feedback. Please do. Waiting for it. Thanks so much for coming, Sowmya. Thank you so much. And it was lovely talking to you. You too. Take Had care. a good time. Thank you.